അപ്പം ഇന്ന് നമുക്ക് ഡിന്നറിനൊരു അട ഉണ്ടാക്കാം. അപ്പോൾ അടയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസാണ് ദില്ല് ഇല അരിഞ്ഞതാണ്. അതായത് ഈ പെരുംജീരകത്തിൻ്റെ ഇല എന്നാണ് പറയുന്നത്. കറക്റ്റ് എനിക്കറിയത്തില്ല, അങ്ങനെ പറയുന്നത്. അതിന് നല്ലൊരു മണമൊക്കെ ഉണ്ട്. പിന്നെ ഇത് റാഡിഷ്, ക്യാരറ്റ് പോലെ വെളുത്തൊരു കായ റാഡിഷ്. പിന്നെ നമുക്കതിലോട്ട് ചേർക്കാനുള്ളത് സബോള, കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചോപ്പ് ചെയ്തിൽ ചേർക്കണം. പിന്നെ ഇതിലോട്ട് വീണ്ടും നമുക്ക് അരിപ്പൊടി ചേർക്കാനുണ്ട്. അരിപ്പൊടി, തേങ്ങ, ഉപ്പ്, ജീരകം, നല്ല ജീരകം, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ അരിപ്പൊടി എടുത്തു, 2-2.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തു. അതിലോട്ട് ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരട്ടിയത്, തേങ്ങ ആവശ്യത്തിനിടാം കേട്ടോ, ഉള്ളതനുസരിച്ച്. തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാന്നേ. അപ്പോൾ രുചി കൂടണമെങ്കിൽ വേറെ തേങ്ങ ഇടുക. തേങ്ങ ഇട്ട് കൊടുത്തു. ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ദില്ല് ആൻഡ് റാഡിഷ് ഇടുക. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ചേർക്കാം. സബോള, ഇഞ്ചി, പച്ചമുളക് ചേർക്കാം. സബോള, ഇഞ്ചി, പച്ചമുളക് ചേർക്കാം. അപ്പോൾ അതിലൂടെ നമുക്ക് കുറച്ച് ജീരകം ചേർക്കാം. ഇനി വെള്ളം ഒഴിച്ച് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. അതായത് നമ്മൾ അട ചുടുന്ന പരുവത്തിൽ കുഴച്ചെടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ള അടയാണ്. അപ്പോൾ നമുക്കിത് കുഴയ്ക്കാം നല്ലപോലെ. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തു. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അട നമുക്ക് ചുട്ടെടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടു. ഇതുപോലെ മൂക്കണം. അടുത്ത വശം കൂടെ അതുപോലെ നല്ല മരിഞ്ഞ് വരുമ്പോൾ എടുക്കാം.